10 ലക്ഷം രൂപ ഒരു സാധാരണ ഒരാൾക്ക് ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ കിട്ടുന്ന തുകയല്ലേ. എൻ്റെ അപ്പൻ ഡ്യൂട്ടിയിൽ ഇരിക്കുക മരിച്ചത്. പണത്തിന് വേണ്ടി ഇവിടെ വാദിക്കുന്നതല്ല. എൻ്റെ അച്ഛൻ ഒരു വനവകുപ്പ് ജീവനക്കാരനല്ലേ, ഡ്യൂട്ടിയിൽ ഇരിക്കാൻ മരിച്ചത്. എൻ്റെ അപ്പൻ സ്വന്തം സാധാരണ ഉള്ളവർ മരിക്കുന്ന പോലെ സ്വന്തം ഇഷ്ടത്തിന് പോയി റോട്ടിൽ പോയി നിന്ന് മരിച്ചല്ല. അദ്ദേഹം ഡ്യൂട്ടി സീല് വെക്കാനുള്ള നടപടി സീലും വെച്ച് തരും. ബാക്കി മാഡം ഇപ്പൊ നമ്മൾ ആവശ്യപ്പെട്ട് എന്ത് ചെയ്യാം, അത് മാഡത്തിന്റെ അധികാരത്തിന്റെ പരിധി വരുന്നതാണ്. ആ തീരുമാനം മാഡം എടുക്കും. അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കേണ്ട ചില ഇടപെടലുകൾ കൂടി മാഡത്തിന് നടത്തേണ്ടതുണ്ട്. അത് നടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു തീരുമാനം കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ധിക്കാരാന്ന് കരുതണ്ട. നിങ്ങൾ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ പിടി തട്ടിപ്പോയില്ലേ. ഞങ്ങളല്ലേ ഇത് മൊത്തം അനുഭവിക്കുന്നത്. എൻ്റെ അച്ഛൻ ഡ്യൂട്ടിയിലിരിക്കുക മരിച്ചത്. എൻ്റെ അപ്പൻ എപ്പോഴും പറയാറുണ്ട്, വന്യമൃഗങ്ങളെയാലും നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാൽ അത് ഇങ്ങോട്ട് ആക്രമിക്കുള്ളൂ. ആക്രമിച്ചിട്ട് എൻ്റെ അപ്പൻ ചികിത്സ കൊടുത്ത മര്യാദക്ക് ആദ്യം 5 ലക്ഷം രൂപ അത് കഴിഞ്ഞിട്ട് വില വെച്ചിട്ടാണ് വിട്ടുതരാൻ എന്റെ അച്ഛനെ വെച്ച് പറയരുത്. അതന്നെ, അത് ചിലരെ വിളിച്ച് പറയുന്നതാണത്. ചില ആളുകൾ ഇത് മുതലെടുക്കുന്നുണ്ട്. അത് ശരിയാണ്. അത് പോയി മാറ്റിപ്പറ. എന്റെ അച്ഛനെ വെച്ച് അങ്ങനെ വില വേശി ആരും പറയണ്ട. അവിടെ ഇരിക്കുന്നവരൊന്ന് പറഞ്ഞേരെ കേട്ടോ. അച്ഛാ ഒന്ന് പറഞ്ഞേരെ, അങ്ങനെയൊന്നും സംസാരിക്കരുത്. സാധാരണ ഒരാൾ ഉപദ്രവിച്ചാൽ കിട്ടുന്ന പൈസയാ 10 ലക്ഷം രൂപ. എന്റെ അച്ഛൻ എന്നെ നോക്കിയാലേ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? ഓരോ ദിവസം എന്നെ നോക്കിയാലോ നോക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തായാലും ചവിട്ടിയത് ചവിട്ടി. എന്നാൽ അറ്റ്ലീസ്റ്റ് ചികിത്സയെങ്കിലും മര്യാദയ്ക്ക് കൊടുക്കണ്ടേ. ആന ചവിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, അത് ആന ചവിട്ടി. പക്ഷെ ചികിത്സ ഇനി ഒരാൾക്ക് ഗതി വരരുത്. മെഡിക്കൽ കോളേജിൽ കിടന്ന് ഒരാളും ഇനി മരിക്കരുത്. മോളിന്നലെ പറഞ്ഞിരുന്നല്ലോ, എന്റെ അച്ഛന്റെ മൃതദേഹം വെച്ച് വില പേശുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുവാണോ? കാരണം ഡ്യൂട്ടിക്കിടെയാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ അത് അറിഞ്ഞ് ചെയ്യേണ്ടത് ഈ സർക്കാരിന്റെയും പുള്ളിക്കാരൻ ജോലി ചെയ്ത് അവരുടെയും കടമയാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഇപ്പൊ ഞാനാ മരിച്ചെങ്കിൽ എന്റെ പപ്പ അത് വെച്ച് വില പേശൂലല്ലോ. ആ കടമ എനിക്കും ചെയ്യണം. ഞാൻ ഒരിക്കലും വില പേശാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അപ്പൻ എങ്ങനെ എന്നെ കൊണ്ടുപോയാൽ അത് വേണമെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് പണത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഞാൻ വെച്ച് പറഞ്ഞിട്ടില്ല. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.